നമ്മുടെ ഈ പ്രഭാത ഭക്ഷണത്തിൻ്റെ ലിസ്റ്റിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. ഉപ്പുമാവ്. ഇതിൻ്റെ ഇഷ്ടമില്ലാത്തതിന് പല കാരണങ്ങളുണ്ടാവും. ചിലർക്ക് അതിൻ്റെ ടെക്സ്ചർ ഇഷ്ടാവില്ല, ചിലർക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടാവില്ല, അങ്ങനെ പലതും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അതുപോലെ തന്നെ ഈ ഉപ്പുമാവ് എന്തോരം നേരം ഇരുന്നാലും ഇങ്ങനെ തന്നെ നല്ല പഞ്ഞി കെട്ട് പോലെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നിങ്ങളെപ്പോഴും നെയ്യും വെള്ളത്തിൻ്റെ അളവും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപ്പുമാവ് പിന്നെ ഫ്ലോപ്പ് ആവുകയില്ല കേട്ടോ. ആദ്യം തന്നെ നമുക്ക് റവ എത്രയാണോ വേണ്ടത് അതെടുത്ത് 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇടുന്നുണ്ട്, അതുപോലെ കുറച്ച് കാഷ്നട്ട് ഇടുന്നുണ്ട് കേട്ടോ. അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാട്ടി കൊടുക്കുക. പച്ചക്കറിയായിട്ട് ഞാൻ ബീൻസും ക്യാരറ്റുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിടാനും മറക്കണ്ട. എന്നിട്ട് അതിലേക്ക് കുറച്ച് നാളികേരവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്തേക്ക് നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന റവ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് അത് ഇളകി യോജിച്ച് നല്ലൊരു പാത്രത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും അതങ്ങനെ മൂടി വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 7-10 മിനിറ്റ് വരെ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അടുക്കി പിടിക്കുന്ന പാത്രമാണെങ്കിൽ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ നോൺ സ്റ്റിക്ക് എടുത്തേക്കുന്നതുകൊണ്ട് അങ്ങനെ അടുക്കി പിടിക്കില്ല കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നല്ലൊരു ടെക്സ്ചറിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തവി വെച്ച് നന്നായിട്ട് അത് കുത്തി ഉടച്ചെടുക്കുക കേട്ടോ. നമ്മളങ്ങനെ തട്ടിപ്പൊത്തി വെക്കുകയാണെങ്കിൽ ഉപ്പുമാവ് കട്ട പിടിച്ച് പോകും. അപ്പോൾ തവി വെച്ച് നന്നായിട്ട് കുത്തി ഉടച്ച് എടുക്കുമ്പോൾ അത് നല്ല പഞ്ഞി പോലെ വിട്ട് കിടക്കുന്ന ഉപ്പുമാവ് കിട്ടും കേട്ടോ. ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നെയ്യ് തൂക്കി കൊടുക്കാം. ഇവിടെ ആൾക്ക് നെയ്യുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും ബെസ്റ്റാണ് പച്ചക്കറിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.